അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, പക്ഷേ ഞാനിത് ക്രാബ് കൊണ്ടുള്ളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്രാബ് കൊണ്ടുള്ള ബിരിയാണി ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ക്രാബിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ റൈസിൽ വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് ഗീ ആണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ഗീ ഒഴിക്കാണ്ട് കുറച്ച് ഓയിലും കൂടി ഒഴിക്കുക കേട്ടോ. ഞാൻ കുറച്ചധികം ഗീ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 മീഡിയം സൈസ് സവാളയാണ് ഇട്ടിട്ടുള്ളത്. അതിട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ 1 കിലോ ക്രാബാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. അതിൽ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കുക. അപ്പോൾ കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, ഒരു 6 പച്ചമുളക്, ഇതൊന്ന് ചതച്ചെടുത്തതാണ്, അരഞ്ഞു പോകണ്ട, ചതച്ചെടുത്തതാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ റോസ്മെല്ല് പോകുന്നവരേക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി 6 അല്ലി എടുത്തിട്ടുള്ളത് നല്ല വലിപ്പമുള്ള വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ് 6 അല്ലി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8-10 എണ്ണമൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളിയാണ്, നല്ല വലിയ തക്കാളി ആയതുകൊണ്ട് 1 എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊരു മീഡിയം സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക കേട്ടോ. ചെറുതൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വലിപ്പത്തിനനുസരിച്ചിട്ട് കൂട്ടുക കേട്ടോ. അപ്പോൾ അതും കൂടി തക്കാളി നന്നായി ഒന്ന് വഴന്ന് കിട്ടണം. അപ്പോൾ വഴന്ന് കിട്ടാൻ വേണ്ടി ഞാനൊന്ന് മൂടി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് മൂടി വെച്ച് ഇടക്കിളക്കി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. നന്നായി ഒന്ന് ഇളക്കി ആ തക്കാളി ഒന്ന് വഴന്ന് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടുന്നവരെയും വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിലേക്ക് അതിനുശേഷം 1.5 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഇതെല്ലാം ടീസ്പൂൺ അളവാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. അത് നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവസാനം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ആ മസാലയുടെ ആ റോസ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. ആ മസാല നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അറിയാൻ പറ്റുമല്ലോ ക്രാബിന് വേണ്ട ഉപ്പ് അതിലുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഉപ്പ് കുറച്ചും കൂടി ഇട്ടു. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. അതിന് ശേഷം നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച ക്രാബ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിതിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ തന്നെ ഇടുകയാണ്, കട്ട് ചെയ്യാണ്ട്. കാലിൻ്റെ ഭാഗം മീറ്റ് എടുത്തിട്ടാണ് ഇടുന്നത്. ഇതിലിടുമ്പോൾ അത് ഇളക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ബിരിയാണിയിൽ നിന്ന് പൊട്ടിച്ച് കഴിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കാലിൻ്റെ മീറ്റ് ഞാൻ പതുക്കൊരു കല്ല് വെച്ച് തട്ടിയിട്ട് പൊട്ടിച്ചിട്ട് അതിൻ്റെ മീറ്റ് മാത്രം എടുത്തു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് ഈ മസാലയിലേക്ക് ഇറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതുപോലെ മസാലയൊക്കെ തട്ടിപ്പൊത്തി വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മസാല അടി പിടിക്കാതിരിക്കാൻ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് പൊരിച്ച ഉള്ളി 1 എണ്ണം ഇട്ട് കൊടുക്കുന്നത്. 1 സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. അത് 1 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് വേവായ പിന്നെയാണ് കേട്ടോ ഈ സവാള പൊരിച്ചത് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ടിട്ടൊന്ന് പതുക്കെ ഇങ്ങനെ പൊത്തി വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം കേട്ടോ. അപ്പം നമ്മുടെ ക്രാബ് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും, ഒരേ പിടി മല്ലിയിലയും പുതിനയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ മല്ലിയിലയുടെയും പുതിനയുടെയൊക്കെ ആ ഫ്ലേവർ ഈ ക്രാബിലേക്ക് വരുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത്, ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കട്ടെ. നമ്മൾ ഓൾറെഡി 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചേർത്ത് അങ്ങനെ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലെമണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി അപ്പോൾ നമ്മൾ പുളി കുറച്ച് കുറവുണ്ട് കേട്ടോ. തക്കാളി മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 1 ലെമണും കൂടി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് കുറച്ച് നേരം കൂടി ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചിട്ട്
ഒന്ന് എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ക്രാബ് ഓൾറെഡി വെന്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ മീറ്റ്. അപ്പോൾ മൂടി വെച്ച് ഒന്നും കൂടി അതൊന്ന് റെഡിയായിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ തിളപ്പിച്ച് ഊറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 2 കഷ്ണം പട്ട, ഒരു 3 ഏലക്ക, 4 കരയാമ്പൂ, ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മല്ലിയും പുതിന കുറച്ച് മതി കേട്ടോ, അതിൻ്റെ ഒരു ഫ്ലേവർ ആ വെള്ളത്തിൽ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടി മിസ്സായിപ്പോയി. ഉപ്പ് ഞാൻ അരമണിക്കൂറോളം സോക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസാണിത്. അതൊരു 1.5 കപ്പ് ഉണ്ട് ഇട്ടത്. 1.5 കപ്പ് എന്ന് വെച്ചാൽ 1.5 ഗ്ലാസ്, ഒരു 3/4 കിലോളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട്, അപ്പം ഞാൻ റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ പല ബിരിയാണിയുടെ റെസിപ്പിയിലും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ റൈസ് വെക്കുന്നതൊന്നും ഞാൻ കുതിർത്തി വെക്കുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. പിന്നെ റൈസ് ഒരു 3/4 വേവാകുമ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കണം കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് ദമ്മിൽ ഇടണം. എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട്. വേറൊരു പാത്രത്തിലാണ് നമ്മൾ ദം ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മളായ ക്രാബിൻ്റെ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ റൈസ് ഇതിലേക്ക് 2 സ്റ്റെപ്പായിട്ട്, ആദ്യം പകുതി റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് വറുത്ത് വെച്ച കുറച്ച് ഞാൻ ഇതൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. മുന്തിരിയും അണ്ടിപ്പരിപ്പും പിന്നെ സവാളയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഏറ്റടിയിലാണ് മസാല ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ലെയർ ആക്കിയിട്ടുണ്ടെങ്കിൽ മസാല പകുതി മാറ്റി വെച്ചിട്ട് ഈ ലെയറിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ റൈസ് ഇടുക. അങ്ങനെ ദമ്മാക്കി എടുക്കുക കേട്ടോ. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. ഇത് റൈസും കൂടി ഇട്ടിട്ട് നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളത് ദമ്മാക്കി എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരെ നമുക്കറിയാൻ പറ്റും, ആ ചൂടിനനുസരിച്ചിട്ട് നമ്മൾ ദമ്മായി വരിക. ആവി നന്നായി പുറത്തേക്ക് വരുമ്പോൾ എടുക്കാം. അപ്പോൾ അതുപോലെ ദമ്മന് പല വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രാബ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.